വെളുപ്പിന് ചെറിയ തണുപ്പ് ഇപ്പോഴും തങ്ങി നിൽക്കുന്ന മണൽത്തരികൾ ചവിട്ടി നടക്കുകയാണ് അനിത. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. അവരുടെ കണ്ണുകൾ ചുറ്റും പരതി. അപ്പോൾ കണ്ടു കടൽ തീരത്തെ ചെറിയ പാറക്കൂട്ടങ്ങളുടെ താഴെ ചാരിയിരുന്ന് ഉറങ്ങുന്ന ആളെ. ഇന്നലെ വൈഭവും ശിവയും പോയ പുറകെ നവസിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് സേതു. ബീച്ചിലുണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആഹാ, നല്ല ബെസ്റ്റ് കോലം. ഓ എന്റെ കർത്താവേ, ഈ കിടക്കുന്ന മുതലിനെയാണല്ലോ ഞാൻ പ്രേമിച്ചേ. പാതി കുടിച്ചു തീർത്ത ഒരു ബോട്ടിലും കയ്യിൽ പിടിച്ച് അവിടെ ചാരി കിടന്നുറങ്ങുന്ന സേതുവിനെ നോക്കി എളിക്ക് കൈകുത്തി അനിത പറഞ്ഞു. സേതു എഴുന്നേറ്റേ, സേതു. അനിത അവനെ തട്ടി തട്ടി വിളിച്ചതും അയാൾ പതിയെ കണ്ണു ചിമ്മി തുറന്നു. നിനക്കെന്നാ അനിതേ ഈ പാതിരാത്രിയിൽ മനുഷ്യന്റെ ഉറക്കം കളയാൻ? ഉറക്കം മുറിഞ്ഞ മുഷിപ്പിൽ സേതു ചോദിച്ചു. ആ ബെസ്റ്റ്. അപ്പോ ബോധവുമില്ല പൊക്കണവുമൊക്കെ പോയല്ലോ. നട്ട പാതിരാ പോലും. എന്റെ പൊന്നു മാഷേ, നേരം വെളുത്തിട്ട് മണിക്കൂർ കുറച്ചായി. അനിത പറഞ്ഞത് കേട്ട സേതുവിന്റെ കണ്ണൊന്നു തള്ളി. പിന്നെ അവളെ നോക്കി ഒരു ചിരിയോടെ തലയൊന്ന് കുടഞ്ഞെഴുന്നേറ്റു. മോന്റെ ഹാർട്ടിന്റെ അസുഖം തുടങ്ങിയ പിന്നെ ശിവമോൾ നിർത്തിച്ചതല്ലേ സേതു നിന്റെ കുടി? ഇപ്പോൾ നീ അത് പിന്നെയും തുടങ്ങിയോ? അല്ല, മോളും മരുമകനും വിരുന്നിന് വന്നതിന്റെ രാത്രിയിൽ തന്നെ ഇങ്ങനെ കുടിച്ചതെന്തിനാ? സന്തോഷത്തിനോ അതോ സങ്കടത്തിനോ? സേതുവിന് അടുത്തായി കിടന്ന ഒരു പാറയിലിരുന്ന് അനിത ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ലടി. പക്ഷേ ഒന്നറിയാം, മാണിക്യമംഗലത്തെ കൊച്ചുമകൻ അവന്റെ അപ്പനെയും അപ്പൂപ്പനെയും പോലെയല്ല. എവിടെയോ അവന്റെ ഉള്ളിൽ ഒരു സത്യമുള്ള പോലെ ഒരു തോന്നൽ. ഞാൻ പേടിച്ച പോലെ എൻ്റെ കുഞ്ഞിന് അവനിൽ നിന്നൊരു പ്രകലം ഏൽക്കില്ലെന്ന് ഇന്നലെ അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറച്ച് കുടിക്കണമെന്ന് തോന്നി. അതാ ഇങ്ങോട്ട് പോന്നേ. കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ചമ്പളക്കുടുക്കയായി ഇരുന്ന് സേതു പുഞ്ചിരിയോടെ പറഞ്ഞു. അതായിരിക്കും. നീ പറഞ്ഞ പോലെ വൈഫ് ശിവയോട് സിൻസിയർ ആയിരിക്കും. പക്ഷേ അവൾ ആരാണെന്ന് അവനറിയില്ലല്ലോ. ശിവാമി ആരാണെന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന പോലെ സ്നേഹത്തോടെ അവൻ എൻ്റെ മോളോട് പെരുമാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സേതു? സങ്കടം കലർന്ന അരിശത്തോടെ അനിത ചോദിച്ചതും സേതുവിൽ മൗനം നിറഞ്ഞു. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല സേതു. ശിവ ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും പേടിയാ എനിക്ക്. അവൾ ഈ ഭൂമിയിൽ പിറന്നു വീഴും മുന്നേ അവളെ കൊല്ലാൻ നോക്കിയവരാ അവൾക്ക് ചുറ്റും അവിടെ ഉള്ളത്. എല്ലാരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊത്തിപ്പറിക്കുമോ മറ്റോ ചെന്നാൽ വെച്ചേക്കത്തില്ല ഞാൻ അവരെ. ആദ്യം സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങി അവസാന വാചകം പറയുമ്പോൾ അനിതയുടെ കണ്ണിൽ വല്ലാത്തൊരു ദേഷ്യം നിറഞ്ഞിരുന്നു. അപ്പോഴും സേതു ഒന്നും പറഞ്ഞില്ല. മുൻപിലെ ആഴിക്കടലിലേക്ക് നോക്കി ഒരേ ഇരിപ്പായിരുന്നു. നീ എന്താ സേതു ഒന്നും മിണ്ടാത്തെ? മൗനമായിരിക്കുന്ന സേതുവിനെ കണ്ട് അരിശത്തിൽ അനിത ചോദിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ പേടിയില്ല അനിതേ. എൻ്റെ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്നോ? ശിവാമി യഥാർത്ഥത്തിൽ ആരാണെന്ന് അവൾ അറിഞ്ഞാൽ മാണിക്യമംഗലത്തെ തറവാടിന് നേരെ ആദ്യത്തെ അസ്ത്രം തൊടുത്തുവിടാൻ പോകുന്നത് അവൾ തന്നെയാവും. അവൾക്ക് ജന്മം തന്നവൻ്റെ ചോരയുടെ കണക്ക് അവരോടൊക്കെ ആദ്യം വീട്ടുന്നത് അവളുടെ കൈകൾ തന്നെയാവും. കണ്ണിലെരിയുന്ന കനലിൻ്റെ പകയോടെ സേതു പറഞ്ഞു. അത് ശരിയാണെന്ന് അനിതയ്ക്ക് തോന്നി. ഊറ്റിപ്പഴുപ്പിച്ച കനൽ പോലെയാണ് ശിവാമി. തണുത്തിരിക്കുമ്പോൾ അല്ല, തീയിലൊന്ന് വീണെഴുന്നേൽക്കുമ്പോഴാണ് അവളുടെ ശക്തി അറിയുന്നത്. പിന്നെ അനിത ഒന്നും ചോദിച്ചില്ല. സേതു നോക്കിയിരുന്ന ആ കടലിലേക്ക് തന്നെ നോക്കിയിരുന്നു. കുളി കഴിഞ്ഞ് തലയും തുവർത്തിക്കൊണ്ട് ശിവ ബാത്റൂമിൽ നിന്നിറങ്ങി. ഇളം പച്ച കളറിൽ പിങ്ക് ബോർഡറുള്ള സാരി അവൾ ഉടുത്തിരിക്കുന്നത്. മുറിയിലെ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോഴേ മണി 7 ആകുന്നു. എൻ്റെ മഹാദേവ, ഇത്രയും സമയമായോ? തലയിൽ നിന്ന് ടവൽ വേഗം ഹാങ്ങറിലിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അവൾ. മുടി വേഗം ഒന്ന് കോതി പുറകിലേക്ക് വെച്ചു ഒരു ക്ലിപ്പുമിട്ട് വിടർത്തിയിട്ടു. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും നെറുകയിലെത്തിരി സിന്ദൂരവും എടുത്ത് തൊടുമ്പോഴാണ് കണ്ണാടിയിൽ കൂടി കട്ടിൽ കിടന്നുറങ്ങുന്ന വൈഭവിനെ അവൾ കാണുന്നത്. തല ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ അവൾ ഒരു നിമിഷം ഒന്ന് നോക്കി. സാധാരണ ഈ സമയങ്ങളിൽ അവൻ തൻ്റെ പ്രൈവറ്റ് ജിമ്മിൽ പോകുന്നതാണ്. അത് കഴിഞ്ഞാൽ നേരെ തന്നെ ഹോസ്പിറ്റലിലേക്കോ ഓഫീസിലേക്കോ പോകും. ഇന്ന് അതിന് വിപരീതമായി അവൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ സന്തോഷം തോന്നി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ പതിയെ അവനടുത്തേക്ക് ചെന്നു. ചുണ്ടിൽ ഒരു ചിരിയുമായി ശാന്തമായാണ് ഉറങ്ങുന്നത്. കണ്ണു തുറന്നാൽ കരടിയുടെ സ്വഭാവവും കടുവയുടെ ദേഷ്യവും, പിന്നെ ലോകത്തെങ്ങുമില്ലാത്ത ആറ്റിറ്റ്യൂഡും മസിൽ പിടുത്തവും. എങ്ങനെയാ ഡോക്ടറെ ഞാൻ ഇയാളെ ഒന്ന് മെരുക്കിയെടുക്കുന്നേ? കള്ളച്ചിരിയിൽ വൈഭവിൻ്റെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തൊട്ടുവിട്ടു കുറുമ്പോടെ പറഞ്ഞവൾ പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി. ശിവ ഓടിപ്പിടിച്ച് അടുക്കളയിലേക്ക് എത്തുമ്പോഴേ കണ്ടു ചായ തിളപ്പിച്ചത് കപ്പുകളിലേക്ക് പകരുന്ന വാമികയെ. അവൾ ഓടിച്ചെന്നവരെ പിറകിൽ നിന്ന് വട്ടം പിടിച്ചു അവരുടെ തോളിലേക്ക് തല ചായ്ച്ചു. ശിവയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നിറഞ്ഞ ചിരിയോടെ വാമിക തലയൊന്ന് ചെരിച്ചു അവൾക്കൊരു ഉമ്മ കൊടുത്തു. ഓ, വന്നു കയറിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അതിനു മുമ്പേ ഉമ്മ കൊടുക്കാനും മാത്രമുള്ള ബന്ധമൊക്കെ ആയോ? കൊള്ളാം. പിന്നിൽ നിന്ന് പുച്ഛത്തോടെയുള്ള വിദ്യയുടെ ചോദ്യം കേട്ടതും വാമികയും ശിവയും തിരിഞ്ഞു നോക്കി. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വീട്ടിലെ ആമ്പിള്ളേരെ തൊലിവിളപ്പ് കാണിച്ചു മയക്കി കെട്ടിക്കേറി വന്നതല്ലേ. അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും. കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ പെണ്ണുങ്ങൾ കണ്ടുപിടിക്കുന്ന വഴിയേ. അല്ലേ സീതേ?
ശിവയെ തന്നെ ഒരുതരം വല്ലാത്ത പുച്ഛത്തോടെ നോക്കി വിദ്യ അവിടെ നിന്ന് സീതയോടായി പറഞ്ഞു. അത് കേട്ടതും ശിവയ്ക്ക് അങ്ങ് തരിച്ചു കയറി. അവൾ അവർക്ക് നേരെ സംസാരിക്കാനായി തുരിഞ്ഞതും വാമിക അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളോട് അരുത് എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. ശിവയെയും വാമികയെയും ഒന്നുകൂടി ഒന്ന് ഇരുത്തി നോക്കിയിട്ട് വിദ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ എന്തിനാ എന്നെ തടഞ്ഞേ? ഞാൻ അവരോട് 2 എണ്ണം പറയായിരുന്നില്ലേ? വന്നു കയറിയ അന്ന് തൊട്ട് ഞാൻ കാണുന്നതാ ആ തള്ളയ്ക്ക് എന്നോടുള്ള ചൊറിച്ചിൽ. അവരുടെ ഭൂലോക രമ്പയായ മോളെ ഡോക്ടറെ കൊണ്ട് കെട്ടിക്കാൻ പറ്റാത്തതിൻ്റെ ചൊരുക്ക അവർക്ക്. അതെന്തിനാ ഞാൻ കേട്ടോണ്ടിരിക്കുന്നേ? ഡോക്ടർ നല്ല അന്തസ്സായിട്ടാ എന്നെ കെട്ടിയേ. ഞാൻ അങ്ങേരുടെ ഭാര്യയെ, അല്ലാതെ ആ തള്ളയെപ്പോലെ കെട്ടിച്ച വീട്ടിൽ പോകാതെ സ്വന്തം വീട്ടിൽ തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നവളല്ല. വിദ്യയോടുള്ള ദേഷ്യം മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ കിതച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ശിവ. അപ്പോഴാണ് തന്നെ തന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന വാമികയെ അവൾ ശ്രദ്ധിച്ചേ. എന്താ നിർത്തിയേ? വാമിക അവളോട് ഒരു കൈ പൊക്കി കണ്ണുകൾ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞോളാം, ശിവ പിറുപിറുത്തു. വാമികയ്ക്ക് ചിരി വന്നു. വിദ്യയോടുള്ള ദേഷ്യം മുഴുവൻ പറയുമ്പോൾ ശിവയുടെ വായിൽ നിന്ന് അവൾ വൈഭവിൻ്റെ ഭാര്യയാണെന്നും മറ്റും അധികാരത്തോടെ പറഞ്ഞത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു വാമിക. ആദ്യമായാണ് ശിവ അധികാരത്തോടെ വൈഭവിൻ്റെ ഭാര്യാസ്ഥാനത്തെപ്പറ്റി പറയുന്നത്. അമ്മ വിചാരിക്കും പോലെ ഒന്നുമില്ല. അമ്മയെ അവർ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടായില്ല. ഞാൻ വന്നപ്പം മുതൽ കാണുന്നതാണല്ലോ അവരമ്മയുടെ മേലെ കുതിര കയറുന്നത്. ഞാൻ അതാ പറഞ്ഞേ. വാമികയുടെ മനസ്സ് വായിച്ചതുപോലെ ശിവ ചുണ്ടു പിളർത്തി പറഞ്ഞു. അത് കേട്ടതും മനസ്സിലായി എന്ന പോലെ വാമിക ഒന്ന് തലയാട്ടി ചിരിച്ചു. ശിവയുടെ മുഖത്തും പെട്ടെന്ന് ചിരി പൊട്ടി. ഒരു ട്രേയിലേക്ക് 4 ഗ്ലാസ് കോഫി എടുത്ത് ശിവയുടെ കയ്യിലേക്ക് കൊടുത്ത് വൈഭവിനും ആദിക്കും അപ്പുവിനും കൊടുക്കാൻ അവർ പറഞ്ഞു. ശിവ കോഫി ട്രേയും എടുത്ത് റൂമിലേക്ക് പോയി. അപ്പോൾ 2 പേരും നല്ല രസത്തിലാണെന്ന് തോന്നുന്നു അല്ലേ വാമിക കുഞ്ഞേ? കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല. ശിവാമികളുടെ മുഖത്ത് ഒരു തെളിച്ചവും നാണവുമൊക്കെ ഉണ്ട്. ശിവ പോയത് നോക്കി സീത വാമികയോട് പറഞ്ഞതും വാമിക ചിരിയോടെ അതേ എന്ന് തലയാട്ടി. ഉറക്കം വിട്ട് എഴുന്നേറ്റ് ആടി തൂങ്ങി വൈഭവിൻ്റെ റൂമിന് മുന്നിലൂടെ നടക്കുമ്പോഴാണ് പാതി തുറന്നിട്ട വാതിൽ വഴി അകത്തു കിടന്നുറങ്ങുന്നവനെ അഞ്ജലി കണ്ടത്. ഒരു സ്ലീവ്ലെസ് ബനിയനുമിട്ട് കമഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ കണ്ട് അഞ്ജലി ഒരു നിമിഷം നിന്നുപോയി. ഉരുക്കുപോലെ ദൃഢമായ അവൻ്റെ പുറം ശരീരത്തിലൂടെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. കണ്ണുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയിട്ട് അഞ്ജലി വേഗം മുറിയിൽ കയറി. ഇത്രയും അടുത്ത് ഇങ്ങനെ കിടക്കുന്ന വൈഭവിനെ അവൾ ആദ്യം കാണുകയാണ്. അവനോടുള്ള അമിതാവേശം. അവളൊന്ന് കുനിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അടുത്ത നിമിഷം അവളെ ആരോ പുറകിൽ നിന്ന് വലിച്ചു. പെട്ടെന്നുള്ള വലിയിൽ ഒന്ന് ഒച്ച വയ്ക്കാനായി അഞ്ജലി വാ തുറന്നതും പിറകിൽ നിന്ന് അവളുടെ വായ പൊത്തിയിരുന്നു. നിന്റെ ഒച്ച വെളിയിൽ കേൾക്കരുത്. അഞ്ജലിയെ പിറകിൽ നിന്ന് വട്ടം പിടിച്ചു പതിയെ ശിവ പറഞ്ഞു. ശിവയെ കണ്ടതും അഞ്ജലിയുടെ കണ്ണൊന്നു മിഴിഞ്ഞു. അവളൊന്ന് ഉമിനീരിറക്കിപ്പോയി. വാടി. ശിവ അഞ്ജലിയുടെ കൈ പിറകിലേക്ക് തിരിച്ചു പിടിച്ച് അവളെ മുറിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ആ കൈ വിടടി. യോ, എന്ത് അധികാരത്തിലാണടി നീ എൻ്റെ കൈക്ക് പിടിച്ചേ? മുറുക്കി വെളിയിൽ ചെന്നതും ശിവയുടെ കയ്യിൽ നിന്നും കുതറി മാറിയ അഞ്ജലി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. അടുത്ത നിമിഷം ശിവയുടെ വലത് കരം അഞ്ജലിയുടെ കരണത്ത് പതിച്ചു. അടികൊണ്ട് അഞ്ജലിയുടെ മുഖം ഒരു വശത്തേക്ക് ഏങ്ങിപ്പോയി. കവിളിൽ കൈ ചേർത്ത് പിടിച്ചവൾ ശിവയെ പകപ്പോടെ നോക്കി. ഇതെന്തിനാണെന്ന് അറിയോ? അനുവാദമില്ലാതെ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മുറിയിൽ കയറി എനിക്ക് മാത്രം അവകാശമുള്ള അങ്ങേരുടെ ശരീരത്തിൽ ഉമ്മിക്കാൻ നോക്കിയതിന്. നാണമില്ലേടി നിനക്കൊന്നും? കെട്ടി ഒരു ഭാര്യയുള്ള ആളെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കാൻ. അതോ ഇനി അതൊക്കെ മോളെപ്പോലുള്ളവന്മാരുടെ ട്രെൻഡാണെങ്കിൽ അത് വേറെ വല്ലവൻ്റെയും അടുത്ത് പോയി തീർത്തോണം, എൻ്റെ ഭർത്താവിൻ്റെ അരികിലല്ല, കേട്ടോടി? ശിവ ദേഷ്യത്തിൽ പറഞ്ഞതും അഞ്ജലി പകയോടെ അവളെ നോക്കി. ഇനി എൻ്റെ കെട്ടിയോൻ്റെ നിഴലുവട്ടത്തെങ്ങാനും നിന്നെ കണ്ടാൽ, പൊന്നു മോളെ അഞ്ജലി, പിന്നെ മേക്കപ്പ് ഇടാൻ നിന്റെ ഈ മുഖം ബാക്കി വെക്കില്ല ഞാൻ, ഓർത്തോ? താക്കിയതുപോലെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ശിവ മുറിക്കകത്തേക്ക് കയറിപ്പോയി. ഇല്ല ഇല്ല ശിവാമി, അങ്ങനെ വെല്ലുവിളിച്ച് നീ വലിയ ആളാവേണ്ട. അഞ്ജലി ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധിനെയും നേടിയെടുക്കാൻ എനിക്കറിയാം. നേടിയെടുക്കും ഞാൻ, നോക്കിക്കോ. ചുവന്നു കയറിയ കണ്ണുകളെ അടികൊണ്ട കവിൾ തൂത്തുകൊണ്ട് പകയോടെ അഞ്ജലി പറഞ്ഞു. എൻ്റെ ഈശ്വരാ, എനിക്ക് വയ്യ. അയ്യോ, എനിക്കിനി ചിരിക്കാൻ വയ്യേ. ശിവയുടെ മടിയിൽ തലചാഞ്ഞു കിടന്ന് അപ്പു മതിമറന്ന് ചിരിക്കുകയാണ്. എന്നാലും ആ ഗോൾഡൻ തല്ല് ഞാൻ മിസ് ചെയ്തല്ലോ എൻ്റെ ഏട്ടത്തി അമ്മേ. തല്ലും കൊണ്ട് വലിച്ചു നിൽക്കുന്ന ആ അഞ്ജലി പാരയുടെ മുഖമൊന്ന് കാണാനേ പറ്റിയില്ല. വയറു പൊത്തി ചിരിച്ചുകൊണ്ട് ആദിയും ശിവയ്ക്കും അപ്പുവിനുമൊപ്പം ബെഡിലേക്കിരുന്നു. രാവിലെ ശിവ അഞ്ജലിയുടെ കരണം പൊട്ടിച്ചത് അപ്പു കണ്ടിരുന്നു. അത് അവളുടെ മുറിയിലിരുന്ന് ആദിയോട് പറയുകയാണ് അവള്. കൂട്ടത്തിൽ ശിവയുമുണ്ട്. എന്നിട്ട് ഏട്ടൻ അറിഞ്ഞു ഏട്ടത്തി ഈ തല്ലു പരിപാടി? എവിടുന്ന് അറിയാൻ? നിങ്ങളുടെ കുഞ്ഞു ചേട്ടൻ അവിടെ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു പെണ്ണ് അങ്ങേരെ കിസ്സടിക്കാൻ നോക്കിയിട്ട് അയാൾ അറിഞ്ഞില്ല. അല്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ബോഡി ഷോ കാട്ടും പോലെയല്ലേ കൈയില്ലാത്ത ബനിയനും വിട്ട് അങ്ങേരെ അവിടെ കിടന്നുറങ്ങുന്നത്. ശിവ ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു.
അവളുടെ കുശുമ്പ് മുഖം കണ്ട അപ്പു ആദിയെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് കാണിച്ചു. അവൾ തലയാട്ടി ഒന്ന് ചിരിച്ചു. അല്ല, ഇന്ന് അഞ്ജലി ചേച്ചി ഏട്ടൻ ഉറങ്ങിക്കിടന്നപ്പോൾ നിങ്ങളുടെ മുറിയിൽ കയറി, അതും ഏട്ടത്തി നല്ല പച്ച പോലെ ഈ വീട്ടിലുള്ളപ്പോൾ. അങ്ങനെയാണെങ്കിൽ നാളെ ഏട്ടത്തിയമ്മ ഇല്ലാത്തപ്പോൾ അഞ്ജലി ചേച്ചി കുഞ്ഞേട്ടനെയും കൊണ്ട് മുറിയിൽ കയറില്ലെന്ന് ആരറിഞ്ഞു? ശിവയൊന്ന് ഇടം കണ്ണാലെ നോക്കി വലിയ കഷ്ടഭാവം നടിച്ച് താടിക്ക് കൈ കൊടുത്ത് അപ്പു പറഞ്ഞു. എങ്കി അന്ന് അങ്ങേരുടെ അന്ത്യമാ. ഇതുവരെ ഞാനുമായിട്ട് നേരെ ചൊവ്വയൊന്നും അടുത്തിട്ടില്ല. അപ്പോഴാ ആ പുട്ടിപ്പാറ്റ. അപ്പു പറഞ്ഞത് കേട്ട ശിവ കലിപൂത്തു പറഞ്ഞു. അത് കേട്ടത് ആദിയും അപ്പുവും പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ശിവയ്ക്ക് അവളിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന ബോധം വന്നത്. അമ്പടി കള്ളി ഏട്ടത്തിയമ്മേ, അപ്പോ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലല്ലേ? അപ്പു കളിയാക്കി ചോദിച്ചതും ശിവയിൽ നാണം വിരിഞ്ഞു. അവളുടെ കവിളുകളൊക്കെ അങ്ങ് ചുവന്നുപോയി. ഏ ഡി കാന്താരി? പെട്ടെന്ന് ബോധോദയമുണ്ടായ പോലെ ശിവ അപ്പുവിൻ്റെ ചെവിക്ക് പിടിച്ചു. എന്താടി മോളെ ഇപ്പൊ ചോദിച്ചേ? +2 പഠിക്കുന്ന പെണ്ണിന്റെ മനസ്സിലിരിപ്പ് നോക്കിയേ, ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ശിവ അവളുടെ ചെവിയൊന്ന് കിഴുക്കി. അയ്യോ അയ്യോ ഏട്ടത്തിയമ്മേ, സോറി സോറി, ഒരു ഫ്ലോയിലങ്ങ് പോയതാ. പിടിവിട് പിടിവിട്. അപ്പു വേദനിച്ചു കരഞ്ഞു പറഞ്ഞതും ശിവ അവളുടെ ചെവിയിൽ നിന്ന് കൈയെടുത്തു. ആദ്യം അത് കണ്ട് വാ പൊത്തി ചിരിച്ചു. നീ ചിരിക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെ എക്സാം ഒന്ന് കഴിയട്ടെ. കളിയാക്കി ചിരിക്കുന്ന രണ്ടുപേരെയും നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു. കൈ കെട്ടി തിരിഞ്ഞിരുന്നു ശിവ. അപ്പോഴാണ് കതകിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന ആളെ അവൾ ശ്രദ്ധിച്ചത്. ആഹാ അപ്പൂസേ, നീ ഡോറിൽ ഹാങ് ചെയ്തിരിക്കുന്ന ആ മണി കൊള്ളാലോടി, നല്ല ഭംഗി അത് കാണാൻ. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ശിവ അപ്പുവിൻ്റെ മുറിയുടെ ഡോറിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ മണികൾ കൊണ്ടുള്ള ഹാങ്ങേഴ്സ് നോക്കി പറഞ്ഞു. അത് ഞാൻ പൊട്ടിപ്പോയ പണ്ടത്തെ എൻ്റെ ഒരു കൊലുസ് വെച്ച് ഉണ്ടാക്കിയതാ. നല്ലതല്ലേ? പിന്നെ വളരെ നന്നായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ഡോറിൽ നോക്കി മുറിയുടെ വാതുക്കലിലേക്ക് പോയി ശിവ. ഇങ്ങോട്ട് വാടി കള്ളിപ്പൂച്ചെ എന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിൽ നിന്നയാളെ കൈയോടെ പിടിച്ചു. അത് ഞാൻ. ശിവയുടെ കയ്യിൽ കിടന്ന് ആരതി തപ്പിക്കളച്ചു. ആരതിയെ കണ്ട അപ്പവും ആദിയും ഞെട്ടി എഴുന്നേറ്റു. നീ എന്തിനാ ആരതി വെളിയിൽ നിന്ന് ഒളിച്ചു നോക്കിയത്? ശിവ അവളെ മുറിക്കകത്തേക്ക് വലിച്ചു നിർത്തി ചോദിച്ചതും ആരതിയുടെ മുഖം താണു. ഞാൻ വന്നു കയറിയപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. കുട്ടിക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? അറിഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിയോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ തൻ്റെ ചേച്ചി അഞ്ജലിയെ വൈഫോ ഡോക്ടർ വിവാഹം ചെയ്യാതിരുന്നത് എൻ്റെ തെറ്റല്ല. പിന്നെ താൻ എന്നോട് ഇങ്ങനെ മുഖം തിരിക്കുന്നത് എന്തിനാ? ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ എന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കുന്നത് എന്തിനാ? കുറച്ച് ഗൗരവത്തിൽ ശിവ ചോദിച്ചതും ആരതി ഞെട്ടിപ്പോയി. താൻ ശിവയെയും അപ്പുവിനെയും എല്ലാം മാറി നിന്ന് നോക്കിയിരുന്നത് ശിവ കണ്ടിട്ടുണ്ട് എന്നവൾ ഓർത്തു. ആരതി ഒന്നും പറഞ്ഞില്ല. ശിവയുടെ ശബ്ദം ഒന്ന് കനത്തു. എനിക്ക് പേടിയായിട്ടാ. എനിക്കിഷ്ടമാണ് ഏട്ടത്തിയെ. ആദിയും അപ്പുവും ഏട്ടത്തിയോട് ചിരിച്ചും കളിച്ചുമൊക്കെ മിണ്ടുന്നതും കൂടെ നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ നിൽക്കും അങ്ങനെ ഏട്ടത്തിയോട് ഒപ്പം ഇരിക്കാൻ തോന്നും. പക്ഷേ ഏട്ടത്തിയോട് ഞാൻ മിണ്ടുന്നത് കണ്ടാൽ ചേച്ചി എന്നെ വെച്ചേക്കത്തില്ല. അമ്മയോട് പറഞ്ഞു കൊടുത്ത് ചേച്ചി നല്ല പിച്ചു വാങ്ങി തരും എനിക്ക്. അതാ ഞാൻ മറഞ്ഞു നിന്നേ. കണ്ണെല്ലാം നിരസിച്ചു കരച്ചിലിൻ്റെ വക്കോളമെത്തി ആരതി പറയുന്നത് കേട്ടതും ശിവയ്ക്ക് ചിരി വന്നു. അയ്യേ, ഇത്രയേ ഉള്ളൂ ആരതിക്കുട്ടി? എന്നോട് ആദ്യം കലിപ്പിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തോന്നി ആള് ഭയങ്കര ബോൾഡാണെന്ന്. ഇത് പൂച്ചക്കുഞ്ഞ്. ശിവ കളിയോടെ ആരതിയുടെ താടിൽ തുമ്പി വലിച്ചു പറഞ്ഞതും അവൾ ശിവയെ മുഖമുയർത്തി നോക്കി. ദേ, ഈ നിൽക്കുന്ന അപ്പുവിനെയും ആദിയെയും പോലെ തന്നെയാ ഏട്ടത്തിക്ക് മോളും, കേട്ടല്ലോ? പിന്നെ ഞാൻ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, നിന്റെ ഏട്ടത്തിയമ്മ. എന്നോട് മിണ്ടുവാൻ നിനക്ക് ആരുടെയും പെർമിഷൻ ചോദിക്കണ്ട. മാത്രമല്ല എന്നോട് മിണ്ടിയെന്നും പറഞ്ഞ് ആരും മോളെ ഇനി വഴക്ക് പറയില്ല, കേട്ടല്ലോ? ആരതിയുടെ കവിൾ ഒന്ന് തലോടി ശിവ പറഞ്ഞതും ആരതി മുഖം തുടച്ച് തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. എൻ്റെ ആരോ, ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ പിണങ്ങി നടന്നേ? നീ ഇനിയൊന്നും പേടിക്കണ്ട മോളെ. ആറ്റം ബോംബ് പോലത്തെ ആളെയാ നമുക്ക് ഏട്ടത്തിയമ്മയായിട്ട് കിട്ടിയിരിക്കുന്നേ. ഇതേ ഒരൊന്നൊന്നര ഐറ്റമാടി മോളെ. ആരതിയെ ചേർത്ത് പിടിച്ച് ശിവയെ നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു. അതെനിക്കറിയാം. ഏട്ടത്തിയമ്മ തല്ലിയെന്ന് പറഞ്ഞ് അമ്മയുടെ അരികെ പരാതിയും കൊണ്ട് ചെന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി. ആണോ? അപ്പോൾ അടുത്ത കോളിനുള്ള വകയായി എനിക്ക്. ശിവകുട്ടി പറഞ്ഞതും അവർ 3 പേരും പൊട്ടിച്ചിരിച്ചു. കണ്ണെല്ലാം തുടച്ച് അവർക്കടുത്തേക്ക് ചേർന്ന് ചിരിക്കുന്ന ആരതിയെ അവർക്കടുത്ത് മാറി നിന്ന് ആദി കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളുടെ നിറച്ചിരിയിൽ ഒരു നിമിഷം അവൻ മയങ്ങിപ്പോയി. മഹിയേട്ടാ, ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുന്നതിനിടെ മഹേന്ദ്രൻ്റെ അടുത്ത് വന്ന് സൗദാമിനി പതിയെ ചോദിച്ചു. താൻ ചോദിക്ക്. കയ്യിലെ വാച്ച് കെട്ടുന്നതിനിടെ മഹേന്ദ്രൻ പറഞ്ഞു. അത് ശിവാമി മോൾക്ക് ഞാനൊരു വള ഇടണ്ടേ? നമ്മുടെ തറവാട്ടിലെ ആചാരപ്രകാരം അങ്ങനെയൊരു ചടങ്ങില്ലേ? മുറപ്രകാരം മകൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വള കൊടുക്കണമെന്നല്ലേ? അമ്മ അതൊന്ന് ഓർമ്മിപ്പിച്ചു. സൗദാമിനി പറഞ്ഞതും മഹേന്ദ്രൻ അവരെ ഒന്ന് നോക്കി. നല്ല കുട്ടിയായിട്ടാ അത്. കുട്ടി നല്ലതാവും. പക്ഷേ വൈഭവോ? അവൻ നിന്നെ അമ്മയായി കാണാത്ത പക്ഷം എങ്ങനെയാ സൗദാമിനി ആ കുട്ടിക്ക് നീ അമ്മായിയമ്മയുടെ മുറ ചെയ്യുന്നേ? മഹേന്ദ്രൻ അവരെ നോക്കി ചോദിച്ചതും സൗദാമിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ മുഖം താഴ്ന്നു.
വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. പിന്നെയും എല്ലാവർക്കും മുന്നിൽ ഒരിക്കൽ കൂടി നീ വേദനിക്കാതിരിക്കാൻ പറഞ്ഞതാണ്. സൗദാമിനിയുടെ തോളിൽ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചു മഹേന്ദ്രൻ. അവരുടെ മുറിക്ക് പുറത്തുകൂടി അപ്രതീക്ഷിതമായി കടന്നുപോകുന്നതിനിടയിൽ ശിവയും ആ സംസാരം കേട്ടിരുന്നു. അനിതയ്ക്കൊപ്പം സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഷോപ്പിങ്ങിന് എത്തിയതാണ് ചൈത്ര. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നവളെ ഒരു ചേഞ്ചിനു വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് അനിത. ബില്ലടച്ച് അനിതയുമായി പുറത്തേക്ക് ഇറങ്ങും വഴിയാണ് മുന്നിലെ റോഡിൽ ട്രാഫിക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലെ ആളെ ചൈത്ര കണ്ടത്. അവനെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വികസിച്ചു. ഒരു ഞെട്ടലോടെ അവൾ ആ മുഖം കണ്ടു. ഒരു നോക്കേ അവളവനെ കണ്ടുള്ളൂ. അവളുടെ നെഞ്ചിടിപ്പിന്റെ വേഗത കൂടി. ശരീരം വിറച്ചു. കണ്ണുകൾ ഇരുട്ടുമൂടി. കാഴ്ചയെ മങ്ങി. അടുത്ത നിമിഷം ബോധമറിഞ്ഞവർ പിറകിലേക്ക് മറിഞ്ഞു.